ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്നത് സാംസങ് A02s എന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മൊത്തം പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിത് അതിൽ പോയിട്ട് വളരെ ക്ലിയർ ആയിട്ടും വളരെ സ്ലോ ആയിട്ട് കാണാം. ഇത് കുറച്ച് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോ ആണ്. സോ ഇതിൽ നോക്കിയിട്ടും മനസ്സിലാക്കാം, പക്ഷേ അതിൽ പോയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയ വീഡിയോ ആണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എങ്ങനെ ഓപ്പൺ ചെയ്യുക, ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. സോ അതിൽ പോയിട്ടും കാണാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാം. ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി പൊട്ടിയ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ റിമൂവ് ആയിട്ടുണ്ട്. ഇത് ഡിസ്പ്ലേ മാറ്റിയിട്ട് കുറച്ച് ടൈമൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ അടുത്തായിട്ട് മാറ്റിയ ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷേ ഫോൺ കയ്യിൽ നിന്ന് പോന്നിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആയി. സോ അങ്ങനെ ഡിസ്പ്ലേ മാറ്റേണ്ടി വന്നു. സോ ഇനി ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം നന്നായിട്ട് ക്ലീൻ ചെയ്താലേ ഉള്ളൂ ഡിസ്പ്ലേ നേരം പോലെ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. സോ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. സോ നമ്മൾ ഏകദേശം ക്ലീനിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ഇതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ, നമ്മൾ ഇതിൽ ഇടാൻ പോകുന്ന ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. കാരണം പലപ്പോഴും സാധാ ഡിസ്പ്ലേ ഇടുമ്പോൾ കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരാറുണ്ട്. സോ നമുക്ക് കസ്റ്റമർ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ വേണമെന്നാണ്. സോ നമുക്ക് ഒറിജിനൽ ഡിസ്പ്ലേ ഇടാം. സോ നമ്മൾ ഡിസ്പ്ലേ ഏകദേശം ഓണായിട്ടുണ്ട്. സാംസങ് A02s എന്നൊരു മോഡലാണ്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ക്ലാരിറ്റി ഉണ്ടോ ഇല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നേരം പോലെ നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം പക്കയാണ്, എല്ലാം നന്നായിട്ട് വർക്കാവുന്നുണ്ട്. നല്ല ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഒറിജിനൽ ഡിസ്പ്ലേ, സാധാരണ ആൾക്കാർ സാധാ ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇടാറുള്ളത്. സോ നമ്മളുടെ ഒറിജിനൽ ഡിസ്പ്ലേ പറഞ്ഞപ്പോൾ നമ്മളത് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ നോക്കണം. ഇനി നമ്മളതിൻ്റെ 4 സൈഡിലും ഗം ഇടണം. ഞാനിവിടെ RD എന്ന കമ്പനിയുടെ ഗമ്മാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം കുഴപ്പമില്ലാത്തൊരു ഗമ്മ് തന്നെയാണ്. മാക്സിമം ഇത് ഉപയോഗിച്ചാലും നന്നായിട്ട് നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ കഴിയും. സോ ഏകദേശം നമ്മൾ ഗമ്മിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഏകദേശം ഫിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൊത്തം പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. സോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ നോട്ടീസ് ചെയ്യാനുള്ളത്, നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുമ്പോൾ 4 സൈഡും നല്ല ക്ലീൻ ആയിരിക്കും. ഗമ്മും കാര്യങ്ങളും ഇടുമ്പോൾ ചെറുതായിട്ട് ഇട്ടാൽ മതി, കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് ഇടുമ്പോൾ സൈഡിൽ മഞ്ഞപ്പാട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ കഴിയും. കൂടുതൽ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. സോ ഓക്കെ, നമ്മൾ പാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മൊത്തം ഓണാക്കി നോക്കി നോക്കാം. സോ നമ്മൾ ഫോൺ മൊത്തം ഓണായിട്ടുണ്ട്. സാംസങ് A02s എന്നൊരു മോഡലാണ്. ഏകദേശം ഓണായിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഇട്ട് ഇനി ജസ്റ്റ് ഓണായതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഓക്കെ, നമ്മൾ ഏകദേശം ഇത് ഓക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.